ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, കാറ്റഗറി നമ്പർ 114/2022 ഫോറസ്റ്റ് ഡ്രൈവർ നേരിട്ടുള്ള നിയമനമാണ്, NC അല്ല. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ വേക്കൻസി എത്രയാണെന്ന് നമുക്ക് നോക്കുമ്പോൾ 18/12/2021 ഒരു പുതിയ ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിലവിൽ എത്ര ആൾക്കാരെ ഇതിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇനി അടുത്ത ഘട്ട നടപടി എന്തൊക്കെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. അതിൻ്റെ സ്കെയിൽ വരുന്നത് പ്രൊബേഷൻ പീരീഡിൽ PR എന്ന് പറയുന്ന പ്രൊബേഷൻ പീരീഡിൽ 19 to 43 എഴുതിയിട്ടുണ്ട്. പുതിയ അതിൻ്റെ സ്കെയിലൊക്കെ മാറിയിട്ടുണ്ട്. അതായത് 26,500 മുതലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. 19 മാറിയിട്ട് ഇപ്പോൾ 26,500 മുതലാണ്. എക്സൈസ് ഡ്രൈവറിൻ്റെയും ഫോറസ്റ്റ് ഡ്രൈവറിൻ്റെയും ഏതാണ്ട് ഒരേ ശമ്പള സ്കെയിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ശമ്പളത്തിൻ്റെ ഒരു പുതിയ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അത് പ്രകാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നേരിട്ടുള്ള നിയമനമാണ്. ജില്ല തിരിച്ച് 3 ജില്ലയ്ക്കാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. മലപ്പുറം, പത്തനംതിട്ട, തിരുവനന്തപുരം. ഓൾറെഡി തിരുവനന്തപുരം വന്നു. ഇപ്പോൾ പത്തനംതിട്ട വന്നതിനടുത്ത് മലപ്പുറം വരാനുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 334/2023 DOH ആണ്. കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ട 28/12/2023 അതിൻ്റെ അപ്രൂവ് ആയിട്ടുള്ളത്. എക്സാം നടന്നിട്ടുള്ളത് 5/9/2022 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോറസ്റ്റ് ഡ്രൈവർ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 70 പേരാണ്. 70 പേരാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആനുപാതികമായി സപ്ലിമെൻ്ററിയിൽ 39 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് ഞാൻ പറയാം. ഇതിൻ്റെ അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ മെഷർമെൻറ്റ് ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ് 8 എണ്ണത്തിൽ 5 എണ്ണമെങ്കിലും മിനിമം പാസ്സാവണമെന്നുണ്ട്. അത് അധികം വൈകാതെ നടക്കും. അതിൽ പകുതിയിലെ ആൾക്കാരും ചിലപ്പോൾ ഔട്ടായി പോകും. കാരണം വെച്ചാൽ ഫിസിക്കൽ എന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക്കാണ്. സാധാരണ എല്ലാ ഷോർട്ട് ലിസ്റ്റുകളും വന്ന ആൾക്കാർക്കുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പകുതി എന്നുള്ള ലെവലിൽ. ചിലപ്പോൾ മുക്കാഭാഗം ഉണ്ടാവാം, അവരുടെ പ്രയത്നം പോലെ ഉണ്ടാവും. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ടെസ്റ്റ് വരുന്നത്, ടെസ്റ്റ് ആൻഡ് റോഡ് ടെസ്റ്റ് വരുന്നത്. അതിനുശേഷം വെരിഫിക്കേഷൻ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. പിന്നെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 34.67 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ചെറിയ കട്ട് ഓഫ് തന്നെയാണ്. മറ്റുള്ള ലിസ്റ്റുകളുടെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ 34.67 എന്ന് പറയുമ്പോൾ വലിയൊരു കട്ട് ഓഫ് എന്നല്ല. അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കട്ട് ഓഫ് കുറയാനുള്ള സാധ്യത. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കിട്ടുന്ന ഇൻഫർമേഷൻ ക്ലാസ്സുമായി വീഡിയോ വീണ്ടും തിരിച്ചെത്താൻ പേര് സൈനിങ് ഓഫ് ഹാരിസ്. ഗുഡ് ബൈ.